ഒരാൾ വണ്ടി എടുത്ത് പോകുമ്പോൾ മാർക്കറ്റ് എത്തി, അയാൾ സാധനം വാങ്ങാൻ ഇറങ്ങാതിരിക്കട്ടെ. അതിലൂടെ പോകുമ്പോൾ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ ഹയ്യുൻ ലാ യമൂത്ത് ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ ചൊല്ലിയാൽ 10 കോടി പ്രതിഫലം. ലക്ഷക്കണക്കിന് തെറ്റുകുറ്റങ്ങൾ സ്പോട്ടിൽ പൊറുക്കപ്പെടും. ലക്ഷക്കണക്കിന് ദറജ അയാൾക്ക് വർദ്ധിക്കും. ഇത്ര ചെറിയ ദിക്റിന് ഇത്ര വലിയ പ്രതിഫലം. യെസ്, ഈ പ്രതിഫലം കേട്ടിട്ട് സഹാബത്തും താബീങ്ങളും ടൗണിൽ സാധനം വാങ്ങാൻ ഇല്ലെങ്കിൽ തന്നെ ടൗണിൽ പോയിട്ട് ഇത് ചൊല്ലിയിട്ട് തിരിച്ചു വരും. കാരണം എന്തിനാ ഈ ലക്ഷക്കണക്കിന് കൂലി കളയും? അതിന്റെ കാരണം ടൗണിൽ മുഴുവനും തെറ്റുകുറ്റങ്ങൾ നടക്കുന്ന സ്ഥലം. ആ സ്ഥലത്തൂടെ പോകുമ്പോൾ നീ അള്ളാനെ ഓർമ്മിച്ചാൽ, അവിടെ ആരും അള്ളാനെ ഓർമ്മിക്കാത്തോണ്ട പച്ച കളവറിട്ട് പറ്റിച്ചിട്ടും പാവങ്ങളെ പറ്റിച്ചിട്ടൊക്കെ ഇങ്ങനെ ഫ്രൂട്ട്സും പച്ചക്കറിയും അല്ലെങ്കിൽ ജസ്റ്റ് ലോഡ് കോഴി എടുക്കാൻ വേണ്ടിയിട്ട് കല്യാണം വീട്ടുന്ന വണ്ടി വന്നപ്പോൾ, വണ്ടി വരുന്നത് അവിടുന്ന് വിടുമ്പോ അറിയിക്കണേ എന്ന് പറഞ്ഞപ്പോൾ കോഴിക്കടക്കാരൻ കാമണിക്കൂർ മുമ്പ് അറിയിക്കണേ എന്ന് പറഞ്ഞപ്പോൾ എല്ലാ കോഴിക്കും നല്ലോണം വെള്ളം കൊടുത്തു. എന്തിന്? തൂക്കൊന്ന് കൂടിക്കിട്ടട്ടെ. ഉദാഹരണം പറയാം, തൂക്കൊന്ന് കൂടിക്കിട്ടട്ടെ. അങ്ങനെ അള്ളാനെ ഓർമ്മിക്കാതെ പല മോഡലിലും പറ്റിച്ച് നടക്കുമ്പോൾ നീ അള്ളാനെ ഓർമ്മിച്ചല്ലോ, അപ്പൊ നിനക്ക് ചില്ലറ കൂലി തന്നാ പോരാ, ലക്ഷക്കണക്കിന് കൂലി കിട്ടും.